السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുന്യരായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുവന്യരെ, ഉസ്താദുമാരെ, സ്ഥാപനത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളടക്കമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരങ്ങൾ, വൈകിയ വേളയിൽ ഒരു പ്രഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയല്ല. അഭിമന്യരായ ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ അത്തരമൊരു പ്രഭാഷണം ഉചിതമല്ല എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ മദദും ഹിഫ്ളും കാവലും ഒക്കെ നമുക്ക് ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇൽമിന്റെ മഹത്വത്തെക്കുറിച്ചും അതുകൊണ്ടുണ്ടാവേണ്ട ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ മുഖ്യ പ്രഭാഷണത്തിൽ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഉസ്താദിന്റെ അധ്യക്ഷ പ്രഭാഷണത്തിലുമൊക്കെ നാം മനസ്സിലാക്കിയതാണ്. അറിവ് മനുഷ്യനെ വിനയാന്യതനാക്കുകയും മനുഷ്യനെ, ഒരാളെ വിനയത്തോടുകൂടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ട ഘടകമാണെന്നാണ് ഇതിൻ്റെയൊക്കെ അന്തസത്ത എന്ന് പറയുന്നത്. അത്തരം ആലിമീങ്ങളെ വാർത്തെടുക്കുന്നതിൽ മഹാന്മാരുടെ ചാരത്തുള്ള സ്ഥാപനങ്ങൾക്ക് എപ്പോഴും വലിയ പ്രാധാന്യം ചരിത്രത്തിലുണ്ട്. അവരുടെ സാന്നിധ്യം തന്നെയാണ് അത്തരം വലിയ ആലിമീങ്ങളെയും പ്രബോധകന്മാരെയും വാർത്തെടുക്കുന്നത് എന്നത് കാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ സംഗതിയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഏറ്റവും വലിയ പ്രവാചകനെ നമ്മൾ വായിക്കുമ്പോൾ, ആ പ്രവാചകന്റെ അടുത്ത് ജീവിച്ച പ്രവാചകന്റെ അനുചരന്മാരായ സ്വഹാബ കിറാമാണ് അവിടുത്തെ മുഖത്തു നോക്കി ആ ഗുരുമുഖത്ത് നിന്ന് ഇൽമ് നമുക്ക് പകർന്നു നൽകിയത്. അതിന്റെ പരമ്പരയാണ് നമ്മൾ ഏറ്റുപിടിച്ചിരിക്കുന്നത്. സനദ് കൊടുക്കുക, സനദ് ദാനം എന്നൊക്കെ പറഞ്ഞാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ 1400 വർഷങ്ങൾക്കിടയിൽ ആരിൽ നിന്നാണ് ഈ വിജ്ഞാനം നമ്മൾ നേടിയെടുത്തത് എന്ന് അതിന്റെ സനദാണ് നമുക്ക് കൈമാറുന്നത്. ആരാരോട് പറഞ്ഞു, ആരാരോട് പറഞ്ഞു, ആരാരോട് പറഞ്ഞു, ആരിൽ നിന്ന് കിട്ടി എന്നുള്ള വലിയൊരു സനദ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതോടുകൂടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം നമ്മൾ വിളക്കി ചേർക്കുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വിജ്ഞാനത്തിന്റെ ഒരു പ്രാധാന്യവും പ്രത്യേകതയും അത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഭൗതികമായ ലാഭേച്ഛകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യലാഭങ്ങളോ സ്വപ്നം കണ്ടല്ല വരേണ്ടത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, രണ്ട് സഹോദരങ്ങളിൽ ഒരാൾ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ പരാതി പറയുകയാണ്. റസൂലേ, എന്റെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരാണുള്ളത്, 2 ആണുങ്ങളാണുള്ളത്. ഒരാൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ വന്ന് എപ്പോഴും ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു മുതഅല്ലിമായി ജീവിക്കുകയാണ്. ഞാനാവട്ടെ വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുന്നവൻ. ഇവനിങ്ങനെ ഇൽമ പഠിച്ച് നടന്നാൽ, ഇവനിങ്ങനെ ഉസ്താദ്മാരുടെ അടുത്ത് പോയിരുന്നാൽ, ഇവനിങ്ങനെ ഒരു മുതഅല്ലിമായി ജീവിച്ചാൽ അവന്റെ ജീവിതം കഴിയണ്ടേ നബിയെ? ഞാൻ മാത്രം അധ്വാനിച്ചിട്ട് എന്താവാനായി എന്നുള്ള ചില സ്വരങ്ങൾ നമ്മുടെയൊക്കെ രക്ഷിതാക്കളിൽ നിന്നും ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് ചേർക്കുന്നവർ പോലും കുറച്ച് കഴിയുമ്പോൾ, ഒരു ഘട്ടമെത്തുമ്പോൾ, +2 എത്തുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി എത്തുമ്പോഴൊക്കെ ആശങ്കപ്പെടുന്ന ഒരു ആശങ്ക ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നതായിട്ട് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ സമീപത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മുഖത്ത് നോക്കിയ ആ സഹോദരൻ പറയുകയാണ്, നമ്മൾ പലർക്കുമുള്ള ആശങ്ക, നബിയെ, ജീവിതം പുലർത്തേണ്ടതില്ലേ? ജീവിതത്തിൽ വല്ലതും ഉണ്ടാവേണ്ടതില്ല, അധ്വാനിക്കേണ്ടതില്ലേ? ഇങ്ങനെ ഇൽമ പഠിച്ച് നടന്നാൽ എന്താകുമെന്നുള്ള ചോദ്യം 14 നൂറ്റാണ്ടുകൾക്ക് ഉയരുമ്പോൾ ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തിന് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ആഗ്രഹിക്കുന്നവർ, പഠനം ആഗ്രഹിക്കുന്നവർ, ദീനീ വിജ്ഞാനം മനസ്സിൽ
കൊണ്ട് നടക്കുന്നവർക്ക് ഉത്തരമായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ലഅല്ലക തുർസഖു ബി, ഇവനെ കൊണ്ടായിരിക്കും ഒരുപക്ഷെ അല്ലാഹു നിനക്ക് റിസ്ക് നൽകിയത്, നിനക്ക് ജോലി നൽകിയത്, നിന്റെ ജോലിയിൽ ബറക്കത്ത് നൽകിയത്, നിനക്ക് ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടിയത്, അല്ലെങ്കിൽ നിന്റെ ബിസിനസ്സിൽ ബറക്കത്ത് ഉണ്ടായത് എന്നൊക്കെ നമുക്ക് ഇന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും. കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ, കേരളീയ സമൂഹത്തിന്റെ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഇത്തരം ദീനി സ്ഥാപനങ്ങളാണ്. ബാല്യകാലം തൊട്ട് ചെറിയ കുഞ്ഞുനാൾ മുതൽ നമ്മൾ മദ്രസ തൊട്ട് നമ്മുടെ വലിയ വലിയ സ്ഥാപനങ്ങൾ എവിടെ നോക്കിയാലും നമുക്ക് മനോഹരമായി ഉയർന്നു നിൽക്കാൻ കഴിയും. അതിനുവേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുന്നവർ, അതിനുവേണ്ടി എത്ര ചോദിച്ചാലും എടുത്തു കൊടുക്കാൻ തയ്യാറുള്ളവർ, ആ ഒരു വലിയ സാമൂഹിക അന്തരീക്ഷം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ മുൻഗാമികൾ നമുക്ക് പടുത്തുയർത്തി തന്നു പോയതാണ്. അള്ളാഹു അവരൊക്കെ നിറച്ചേറ്റി കൊടുക്കുമാറാവട്ടെ. ഇതിന്റെയൊക്കെ ഓരോഹരി അവരുടെ ഖബറിലേക്കും അള്ളാഹു എത്തിച്ച് സന്തോഷം നൽകുമാറാവട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കേരളീയ മുസ്ലിം സമൂഹം ജീവിച്ച് കാണിച്ച നമ്മുടെ ഉലമാ, അവർ ജീവിക്കുന്ന പുസ്തകങ്ങളായി. അവരൊരു പക്ഷെ നിങ്ങൾ ആരും അറിയണമെന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ ഒരുപക്ഷെ പുറം ലോകത്ത് നിങ്ങൾ അറിയുന്നവരല്ല. പക്ഷെ ഇതിനകത്ത് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ പോലത്തവരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ പണ്ഡിത പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരുക്കി ജീവിക്കുന്ന ഒരുപാട് ജന്മങ്ങൾ ഇതുപോലെ ഇത്തരം സ്ഥാപനങ്ങൾക്കകത്തുണ്ടായത് കൊണ്ടാണ് ലോകം കണ്ട മഹത്തായ, ലോകം കണ്ട മഹാന്മാരായ പണ്ഡിതന്മാരെ, പ്രബോധകന്മാരെ, ദാഇകളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ വലിയ വലിയ പ്രഭാഷകന്മാരെ നിങ്ങൾക്കറിയാം. അവിടെ ഉസ്താദുമാരാരെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല. വലിയ വലിയ ദാഇമാരെ നിങ്ങൾക്ക് കേൾക്കാം. അവിടെ ഉസ്താദുമാരാരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാൻ കഴിയില്ല. കാരണം ഒന്നും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥരായി സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വിഭാഗം ഇങ്ങനത്തെ ആളുകളുണ്ട്. അവർക്ക് റിസ്ക് കിട്ടുന്നത്, അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അതുപോലെ അവരെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് റിസ്ക് കിട്ടുന്നതെല്ലാം അള്ളാഹുവിന്റെ ബറക്കത്താണ്. കേരളീയ സമൂഹത്തിന് അള്ളാഹു പ്രത്യേകിച്ച് നൽകിയ ബറക്കത്ത്. ഇത്തരം ദീനി സ്ഥാപനങ്ങളുടെ കൂടെ നിന്നും ഈ ഉസ്റാ സംഗമത്തിലേക്ക് വിളിച്ചപ്പോ എല്ലാം മാറ്റിവെച്ച് ഇങ്ങോട്ട് വരാൻ നിങ്ങൾ സന്നദ്ധരായി, നിങ്ങൾ തയ്യാറായി എന്നുള്ളതൊക്കെയും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ലഅല്ലക തുർസഖു ബി, ഒരു കൂട്ടം ആളുകൾ നിന്റെ വീട്ടിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ കുടുംബത്തിൽ ഇൽമ പഠിക്കുന്നത് കൊണ്ടായിരിക്കാം ആ ബറക്കത്ത് നിനക്ക് ലഭിച്ചതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുക. ഒരു മുതഅല്ലിമാണെങ്കിലും ആ മുതഅല്ലിമിനെ സേവിക്കുന്നവരാണെങ്കിലും അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവരാണെങ്കിലും ഖിദ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു, ഈ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ 10ാം വയസ്സിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഉമ്മു സുലൈം എന്ന പ്രിയപ്പെട്ട മഹദി. പ്രിയപ്പെട്ട ഉമ്മമാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, ഇവിടെ ഇരിക്കുന്ന സദസ്സായത് കൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങളെ കുഞ്ഞുമോനെ നിങ്ങൾ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ, ദീനിന് വേണ്ടി ചേർക്കുമ്പോൾ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് ഉമ്മു സുലൈം മാലിക് ഇബ്നു ഉമർ എന്ന് പറയപ്പെടുന്ന തന്റെ ഭർത്താവ് താൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ, ഉമ്മു സുലൈം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ തന്നെ ഉപേക്ഷിച്ച് തന്റെ ഭർത്താവ് കടന്നു കളഞ്ഞു ഷാമിലേക്ക്. അവിടെ എവിടെയോ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു എന്ന് വാർത്ത അറിയുകയാണ്. പിന്നീട് മഹദി 10 വയസ്സായ കുഞ്ഞിനെയും പിടിച്ച് ഇലാ ഹദറത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇതാ എന്റെ പ്രിയപ്പെട്ട മോൻ ഉനൈസ്, എന്റെ കൊച്ചുമോൻ അനസിനെ അങ്ങ് ഏൽപ്പിക്കുകയാണ് റസൂലേ, അങ്ങയുടെ ഖാദിമായി ഞാൻ ഏൽപ്പിക്കുകയാണ് റസൂലേ. ആദ്യമായ ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു ദീനി സ്ഥാപനത്തിലേക്ക്, ദീനിന്റെ ഖിദ്മത്തിലേക്കാണ് ആളുകളെ, നിങ്ങൾ വിദ്യാർത്ഥികളെ ഏൽപ്പിക്കേണ്ടത്. ഇവർ വലിയ സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരങ്ങളുമായി കടന്നു വരുമെന്ന ആഗ്രഹമല്ല നമുക്കുണ്ടാവേണ്ടത്. ഉസ്താദുമാർക്ക് ഖിദ്മത്ത് എടുക്കുകയും അതുപോലെ തന്നെ സ്ഥാപനത്തിന് ഖിദ്മത്ത് എടുക്കുകയും മഹാരഥന്മാരായ മഹാന്മാർ നമുക്ക് നൽകിയ ഈ ദീനിന് സേവനമനുഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ പൊസിഷനിലിരിക്കുന്ന സൗദി രാജാക്കന്മാർ, അവിടെ പത്രങ്ങളിലും TV ചാനലുകളിലൊക്കെ അവിടെ വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ടാകും. അവിടെ ഏറ്റവും വലിയ സ്ഥാനം അവരെ സൗദിയുടെ രാജാക്കന്മാർ, മലിക്കു മംലക്കത്ത് സൗദിയത്തിൽ അറബിയ, അറേബ്യൻ നാടിന്റെ, അറേബ്യൻ മരുഭൂമികളിൽ അറേബ്യൻ സൗദി രാജ്യത്തിന്റെ രാജാക്കന്മാർ എന്ന് എഴുതുകയും അല്ലെങ്കിൽ സുൽത്താൻമാർ എന്ന് എഴുതുകയും ചെയ്യുമ്പോൾ അവരുടെ പേരിന്റെ കൂടെ ഹറമുകളിലേക്ക് ചേർത്തുമ്പോൾ, ഇസ്ലാമുമായി ചേർത്തുമ്പോൾ അവരുടെ പേര് ഖാദിമുൽ ഹറമൈൻ ശരീഫൈൻ എന്നാണ്. ഹറമൈൻ ഷരീഫുകളുടെ നായകൻ എന്നുള്ള പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുൽത്താൻ, ബഹുമാനപ്പെട്ട ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന സുൽത്താൻ സലീം തന്റെ ഹജ്ജിലേക്കുള്ള യാത്രയിൽ, ഹറമുകളിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഡമസ്കസിലെത്തി എന്നാണ്. ഡമസ്കസിലെ പള്ളിയിൽ ജുമാ നിസ്കരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ കണ്ട ഖതീബ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് മലിക്കുൽ ഹറമൈൻ അല്ലെങ്കിൽ ഹാക്കിമുൽ ഹറമൈൻ ഷരീഫൈൻ എന്ന്
പറഞ്ഞു ഉദ്ധരിക്കുകയാണ്. ജുമുഅ കഴിയുന്നത് വരെ, നിസ്കാരവും ശേഷമുള്ള പ്രാർത്ഥനയും ഒക്കെ കഴിയുന്നത് വരെ ബഹുമാനപ്പെട്ട സുൽത്താൻ സലീം എന്നവർ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ, ഉസ്മാനിയ ഖിലാഫത്തിന്റെ, പ്രവാചക പ്രേമത്തിന്റെ, ഇസ്ലാമികപരമായ ശിക്ഷണത്തിൽ വളർന്ന മഹാരഥന്മാരായ സുൽത്താൻമാർ, ആ സുൽത്താൻമാർ മഹാനായ സുൽത്താൻ, അവരുടെ ബഹുമാനപ്പെട്ട സുൽത്താൻ സലീം എന്നവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഖത്തീബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലിൽ ഞങ്ങളെ ഹാക്കിമുൽ ഹറമൈൻ അല്ലെങ്കിൽ മലിക്കുൽ ഹറമൈൻ എന്ന് പറഞ്ഞു പോകരുത്. അള്ളാഹുവിന്റെ പള്ളികളിലേക്കും അള്ളാഹുവിന്റെ ഹറമുകളിലേക്കും ചേർത്തിക്കൊണ്ട് ഞങ്ങളെ സുൽത്താൻമാരെന്നോ ഞങ്ങളെ മാലിക്കുമാരെന്നോ ഉപയോഗിക്കാൻ പാടില്ല. അത് അദബുകേടാണ്. അതുകൊണ്ട് ഇനി മുതൽ ഖാദിമുൽ ഹറമൈൻ, ഹറമിന്റെ സേവകരെന്ന് വേണമെങ്കിൽ ഞങ്ങളെ കുറിച്ച് ഉപയോഗിക്കുക എന്ന് പഠിപ്പിച്ചവരാണ് ബഹുമാനപ്പെട്ട ഉസ്മാനിയ ഖിലാഫത്തിന്റെ അഹ്ലുസുന്നയുടെ ധീരന്മാരായ നായകന്മാരായിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ ചക്രവർത്തിമാർ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇൽമിലേക്കും അറിവിലേക്കും ദീനിലേക്കും ചേർക്കുമ്പോൾ നമ്മുടെ പ്രോട്ടോകോളുകളും നമ്മുടെ സ്ഥാനമാനങ്ങളും ഒന്നുമല്ല വേണ്ടത്. നമ്മൾ അവിടെ ഖാദിമായിട്ട് ദീനിന് സേവകരായിട്ട് ജീവിക്കുന്ന അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെയുള്ള ഖിദ്മത്തിന് വേണ്ടിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഹബീബ് റസൂലുള്ളാഹി നടത്തുകൊണ്ട് പോയി ഏൽപ്പിച്ചത്. ഇൽമ പഠിച്ച വലിയ ആളാണെന്നല്ല പറഞ്ഞത്. റസൂലേ, അങ്ങയുടെ ഖാദിമായി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ലോക ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ അറിവിന്റെ വലിയ വാതായനങ്ങൾ തുറന്നു കൊടുക്കുകയും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മഹദി പറയുകയാണ്, ഉദ്ഉ ലഹു യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട കൊച്ചുമോൻ അനസിന് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം നബിയെ, അങ്ങ് പ്രാർത്ഥിക്കണം റസൂലേ എന്ന് പറയുകയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹുവിന് വേണ്ടി അല്ലാഹുമ്മ അഗ്ഫിർ മാലഹു വവൽദഹു, അല്ലാഹുവേ അദ്ദേഹത്തിന് സ്വത്തും സന്താനങ്ങളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള ദുനിയാവ് വഗ്ഫിർ ലഹു ദംബഹു, അദ്ദേഹത്തിന്റെ ദോഷങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹ് ഉസ്താദിന്റെ മനസ്സിൽ തട്ടിയ പ്രാർത്ഥന ഒരു ശിഷ്യന് വേണ്ടി ആദ്യമായി ഏറ്റുവാങ്ങുകയാണ്. അങ്ങനത്തെ ഒരു ആചാരവും ശരീരമൊക്കെ നമുക്ക് നമ്മളുണ്ടായിരുന്നു. ഉസ്താദ് കുട്ടികൾ ആദ്യം വരുമ്പോഴും അവർക്ക് തിരിച്ചു പോകുമ്പോഴേക്ക് ഉസ്താദുമാരെ കൈപിടിച്ച് ഉസ്താദുമാരെ ഉസ്താദെ ഇവന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരു ശരിയ, അത് മാതാപിതാക്കൾ അത് ചെയ്യണം, നിർവഹിക്കേണ്ടതിന്റെ ഒരു ചരിത്ര സാക്ഷ്യമാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഉമ്മു സലൈം റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ അനസ് റളിയല്ലാഹു അൻഹു അന്നത്തെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കാലം ജീവിക്കുന്ന 103-104 വർഷം ജീവിക്കുകയും 70ഓളം മക്കളുണ്ടാവുകയും അവരൊക്കെ ദീനി ഖാദിമീങ്ങളാവുകയും ഒരുപാട് സമ്പത്തുണ്ടാവുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദീനിലേക്ക് കടന്നു വരുമ്പോൾ ദീനിന്റെ ഖിദ്മത്ത് എന്ന ചിന്തയോടുകൂടി മക്കളെ അയക്കാനും അവരെ വളർത്തുവാനും ദീനിന് വേണ്ടി നല്ല രീതിയിൽ സേവനം അനുഷ്ഠിക്കുവാനും നമുക്കൊക്കെ കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജാമിയ അശ്അരിയുടെ തെരുമുറ്റത്ത് നമ്മൾ നിൽക്കുമ്പോൾ, ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ, ഇവിടെ ഞങ്ങൾ ചെറുപ്പകാലം മുതൽ വന്നപ്പോഴുള്ള ഞങ്ങളുടെ ആ ഗൃഹാതിർത്തും തുളിമ്പ് നിൽക്കുന്ന ഒരു ക്യാമ്പസിന് മുമ്പിലാണ്. ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, മുത്താട്ടുമാഷടക്കമുള്ള ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, അന്നു മുതലേ ഞങ്ങളൊക്കെ അഭിമാനത്തോടുകൂടി ഭവ്യതയോടും കൂടെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് ഞങ്ങൾക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണേ റബ്ബേ. ശാരീരികവുമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അല്ലാഹു ഞങ്ങൾ പഠിച്ച ഇൽമിന്റെ ഹർഫുകളുടെ ഹസനാത്തുകളുടെ കണക്ക് വെച്ച് അല്ലാഹു അവർക്ക് നന്മകളും ആഫിയത്തും ബറക്കത്തും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണമേ. ഇതിനെ സഹായിച്ചവർ, ഇതിന്റെ കൂടെ നിന്നവർ, ഞങ്ങളുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നവർ, അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ സംഗമത്തിന് അശ്ശരീസ് അസോസിയേഷന്റെ എല്ലാവിധ ഭാവുകങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഡോക്ടർ ഹാരിസ് സുൽത്താൻജി, ഹാരിസ് അശ്അരി. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد, ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സീമാക്കാം കമ്മിറ്റി മഹല്ല് ഭാരവാഹികളെ, അശ്അരി സുഹൃത്തുക്കളെ,